എല്ലാവർക്കും മാതൃകയാകുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയെന്നുള്ളതാണ് കുന്നശ്ശേരി പിതാവിനെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഒറ്റപ്പെട്ടു പോയവരോട്, പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയവരോട്, ഒറ്റയ്ക്കായി പോയവരോട് എല്ലാവരോടും നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ കൂടെയുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്ന് പറയാൻ കഴിയുമ്പോഴാണ് ക്രിസ്തുവിന്റെ സന്ദേശം യഥാർത്ഥത്തിൽ ജീവിതത്തിലേക്ക്, പ്രവർത്തി പദത്തിലേക്ക് നമ്മൾ പകർത്തുന്നത്. അതൊരു വലിയ സന്ദേശമാണ്. ആ സന്ദേശം മറ്റുള്ള ഒരുപാട് പേർക്ക് ആ രീതിയിൽ ചിന്തിക്കാൻ, ആ രീതിയിൽ പ്രവർത്തിക്കാൻ, ഹൃദയനിർവചനമുണ്ടാവാൻ, ചുറ്റുപാടുകളുമുള്ള സങ്കടങ്ങളെ നോക്കിക്കാണാൻ അവരെ പ്രേരിപ്പിക്കുമെന്നുള്ളതാണ്. എത്രമാത്രം സങ്കടങ്ങളാണ് നമ്മുടെ ചുറ്റും, എത്രമാത്രം സങ്കടങ്ങളാണ്. രോഗം കൊണ്ട്, സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് എല്ലാം ആളുകൾ വിഷമിക്കുകയാണ്, വല്ലാതെ പ്രയാസപ്പെടുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ ഡെമോഗ്രാഫിക് ചേഞ്ചസ് ഉണ്ടാവുകയാണ്. പ്രായമായവരുടെ എണ്ണം കൂടി വരികയും ചെറുപ്പക്കാരുടെ എണ്ണം കുറയുകയും. പൊതുപ്രവർത്തകന് കൊടുക്കുന്ന അവാർഡ് എങ്ങനെ ഒരു ചലച്ചിത്രകാരന് കൊടുക്കും എന്നത് കൃത്യമായി ഒരു സംശയവുമില്ലാതെ രീതിയിൽ അവതരിപ്പിച്ചിട്ടാണ് എന്നെ കൊണ്ട് അദ്ദേഹം ഈ അവാർഡ് കൊടുപ്പിച്ചത്. അതൊരു രസകരമായ ഒരു അനുഭവം കൂടിയായി. ഇനി സിനിമാക്കാരെ കാണുമ്പോൾ പൊതുപ്രവർത്തകരുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളിൽ കൂടി എന്നുള്ളൊരു തോന്നൽ ഈ അവാർഡ് കാലത്തോടുകൂടി ഉണ്ടായിരിക്കുകയാണ്. കാരണം സമൂഹത്തെ മാറ്റിക്കൊണ്ടവരാണ് പൊതുപ്രവർത്തകർ, അല്ലെ? സമൂഹത്തിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കേണ്ടവരാണ് പൊതുപ്രവർത്തകർ. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ പല പൊതുപ്രവർത്തകരെക്കാൾ ഏറ്റവും കൂടുതൽ ചലനങ്ങളും സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചവരും കലാകാരന്മാരും ചലച്ചിത്രകാരന്മാരുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോ നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവിന്റെ നാമധേയത്തിലുള്ള ഈ അവാർഡ് നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ സിബി മലയിലിന് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു.